കൊണ്ട് തന്നെ വേണം സ്നേഹത്തിന്റെ കടം വീട്ടുവാൻ. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഈ വാചകങ്ങളോടെ നോളജ് എക്സ്പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ നവമി ഷാജഹാൻ. നമ്മളുടെ കറണ്ട് സെഗ്മെന്റിന്റെ ഫൈനൽ റൗണ്ട് മത്സരങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ തവണ ബഹ്റൈനിൽ നിന്നുമുള്ള 4 ടീമാണ് നമ്മളുടെ കൂടി ഉണ്ടായിരുന്നത്. അവരോടൊത്തുള്ള ഫൈനൽ റൗണ്ട് മത്സരം നമ്മൾ ഈ എപ്പിസോഡിലും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമുക്ക് അവരെ ഓരോരുത്തരെയായി നമുക്ക് ഇന്നത്തെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ്, ഞങ്ങൾ ടീം സഹ്യാദ്രി. ഞാൻ ഹർഷിനി. ഹായ്, കാർത്തികേയൻ ഫ്രം സഹ്യാദ്രി ടീം. താങ്ക് യു, വെൽക്കം. നെക്സ്റ്റ് ടീം വള്ളുവനാട്. ഹായ്, ഞങ്ങൾ ടീം വള്ളുവനാട്. ഞാൻ ലേഖ കാർത്തികേയൻ. ഞാൻ പ്രണവ്. Okay, thank you Lekha and Pranav and welcome again. Now we can call team Chinganilavu. ഹായ്, ഞങ്ങൾ ടീം ചിങ്ങനിലാവ്. ഞാൻ രാധിക രൂപേഷ്. And I am Rudra Rupesh. Hi Radhika and Rudra and welcome to the show and all the best. ഹായ്, ഞങ്ങൾ ടീം കോട്ടയം. ഞാൻ ശ്രീജ. ഞാൻ ജോസി. താങ്ക് യു. Thank you team Kottayam and welcome and all the best. അപ്പോൾ നമ്മുടെ എല്ലാ ടീമുകളും ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 12 ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അഗെയിൻ 12 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സെയിം മെത്തേഡ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. സെയിം കഹൂത്ത് ആപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ഷോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ റെയിൽവേ എന്ത് ഫെസിലിറ്റി ആണ് സ്റ്റോപ്പ് ചെയ്തത് which has been available from 1927? ആരും ശരിയാക്കിയില്ല. ട്രെയിൻസ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്ന ബുക്ക്ലെറ്റ് ആണ് നിർത്തലാക്കിയത്. ഇനി മുതൽ നമുക്ക് ഡിജിറ്റൽ അറ്റ് എ ഗ്ലാൻസ് ആയിരിക്കും. നമ്മൾ ഡിജിറ്റൽ വേൾഡിലോട്ട് പോവാണ്. ഇനി മുതൽ നമുക്ക് ബുക്ക്ലെറ്റ് കാണില്ല. 1927 മുതൽ നമുക്ക് പ്രിന്റഡ് ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ 1977 അവർ ഒഫീഷ്യലി ഒരു ട്രെയിൻസ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷം കോവിഡ് പാൻഡമിക്കിന്റെ റീസൺ കാരണം അവർ ബുക്ക്ലെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അന്നേരം അവർ പ്രിന്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി മുതൽ നമുക്ക് PDF വേർഷനേ കിട്ടത്തുള്ളൂ, ഡിജിറ്റൽ അറ്റ് എ ഗ്ലാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഓൺലി ഫുട്ബോളർ ഹു ഹാസ് റിസീവ്ഡ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ഈ ഒരു ഫുട്ബോളറിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതും റീസെന്റ്ലിയാണ് കിട്ടിയത്. എന്തായാലും എല്ലാവരും ശരിയാക്കി. സുനിൽ ഛേത്രി ആയിരുന്നു ആൻസർ. സുനിൽ ഛേത്രി ശരിക്കും പറഞ്ഞ ആളൊരു വലിയ സംഭവമാണ്. നമ്മുടെ മീഡിയയൊക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്രിക്കറ്റിന്റെ അത്രയൊക്കെ പ്രാധാന്യം ഫുട്ബോളിനുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സുനിൽ ഛേത്രിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം ലയണൽ മെസ്സിക്കൊപ്പം രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മീൻസ് സെക്കൻഡ് പ്ലേസ് ഉള്ളത്, ഗോൾസ് നേടിയ. അപ്പൊ സുനിൽ ഛേത്രി ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്ന ആൻസർ. പക്ഷെ ഈ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെയാണ് നമ്മൾ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡായിട്ട് മാറ്റിയത്. ധ്യാൻചന്ദിന്റെ ബർത്ത്ഡേ ആയ August 29 ആണ് ഇന്ത്യയിലെ നാഷണൽ സ്പോർട്സ് ഡേ. ഹോക്കി മാന്ത്രികനായ ധ്യാൻചന്ദിന്റെ പേരിലുള്ള ഇത് കിട്ടിയത് ഇപ്പം സുനിൽ ഛേത്രിക്കാണ്. റീസെന്റ് 2021 ഇദ്ദേഹത്തിന് കിട്ടിയത്. Next question: Who won the International Sound Future Award for Best Animated Music Video? The video name is Farish Thorn. It has released in 2020, last year. Farish Thorn എന്ന് പറയുന്ന മ്യൂസിക് വീഡിയോ ആരുടെയാണ്? അതെ, ഞാൻ ഈ ക്ലൂ തന്നിരുന്ന നിങ്ങൾ നമ്മുടെ AR റഹ്മാന്റെ മോൾ ഖദീജ റഹ്മാനാണ്. ഞാൻ അത് പറഞ്ഞിരുന്നത് നിങ്ങൾ എല്ലാവരും ശരിയാക്കിയാണേ. ഖദീജ റഹ്മാന്റെ മ്യൂസിക് വീഡിയോ ആണ് ഫരിഷ് തോൺ. ഓഫ് കോഴ്സ് ഇതിന്റെ മ്യൂസിക് ഡയറക്ഷനും പ്രൊഡക്ഷനും AR റഹ്മാൻ തന്നെയാണ്. ഈ ഫരിഷ് തോൺ എന്ന വീഡിയോയ്ക്കാണ് ഇന്റർനാഷണൽ സൗണ്ട് ഫ്യൂച്ചർ അവാർഡ് കിട്ടിയത്, ബെസ്റ്റ് അനിമേഷൻ മ്യൂസിക് വീഡിയോ. നമുക്കതിന്റെ പാട്ടൊന്ന് കേൾക്കാം, ഒരു 20 സെക്കൻഡ്. शाहे
മുന്ന ഷൗക്കത്ത് അലിയാണ് ലിറിക്സ് ചെയ്തത്. അത് പല നാടുകൾ വഴി തീർത്ഥാടനം നടത്തുന്ന ഒരു ലേഡി ആണ് ഇതിന്റെ ഒരു അടിസ്ഥാനം, ഇതിന്റെ കഥ. അപ്പോ ഖദീജ റഹ്മാന്റെ ഫരിഷ്തോൺ ആണ് അവാർഡ് ലഭിച്ചത്. Next question. Identify the person who is the head of this film city in India, which is largest in the world. ഏത് ഫിലിം സിറ്റി ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അദ്ദേഹം ഏതാണ് ഇതിനകത്ത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വ്യക്തി. എല്ലാവരും തിരിച്ചറിഞ്ഞു ആരാണ് ഇദ്ദേഹം? അദ്ദേഹത്തിന്റെ പേര് പറയാമോ? രാമോജി റാവു. യാ, കറക്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയാണ് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലുള്ളത്. 1996 ഇത് നിർമ്മിച്ചത്. ഗാർഡിയൻ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സിറ്റി വിത്തിൻ എ സിറ്റി എന്നാണ്. അപ്പോൾ തെലുങ്ക് ഫിലിം പ്രൊഡ്യൂസറായ രാമോജി റാവു ആണ് ഈ സിറ്റി നിർമ്മിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് കെയിം ഇൻ ഇന്ത്യ? ഇങ്ങനെ ആക്ട് ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ. ആണ് ആൻസർ. അപ്പോ 2 പേര് ശരിയാക്കി. 1961. അപ്പോ നമുക്കിങ്ങനെ ആക്ട് ഒക്കെ ഉണ്ട്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനത്തെ നിയമമൊക്കെ ഉണ്ട് പേപ്പറിൽ. 1961 ഇന്ത്യൻ ഗവൺമെന്റ് അത് കൊണ്ടുവന്നത്. അതുപോലെ നമ്മുടെ കേരള ഗവൺമെന്റ് ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്. ഗവൺമെന്റ് സ്റ്റാഫിന് അവരൊരു റിട്ടേൺ ലെറ്റർ കൊടുക്കണം മാരേജ് ടൈമിൽ, ഡൗറി കൊടുത്തിട്ടില്ല, വാങ്ങിയിട്ടില്ല എന്ന്. അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് November 26 ഡൗറി പ്രൊഹിബിഷൻ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. November 26 ആണ് കേരളത്തിലെ ഡൗറി പ്രൊഹിബിഷൻ ഡേ. സോ 1961, അതായത് ഡൗറി കൊടുക്കുന്നതോ വാങ്ങുന്നതോ ശിക്ഷാർഹമാണ്. പക്ഷെ 1984 ചില അമെന്റ്മെന്റ് വരുത്തിയിട്ട് അവർ പറഞ്ഞു ഡ്യൂറിങ് മാരേജ് സെറിമണി ആ ടൈമിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ ഡൗറി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദിസ് റൈറ്റ് ആം ലെഗ് സ്പിൻ ബൗളർ ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് ഹൂ ഓൾസോ സാങ് സിന്ധി വേർഷൻ ഓഫ് മിലേ സുർ മേരാ തുമാര? मुंहिंजो सुर तुंहिंजे सां प्यारा मिले जॾहिं गीत असांजो मधुर तरानो बणे तॾहिं. ആരാണ് ഇപ്പൊ പാട്ടുപാടിയെ? ഒരു ഇന്ത്യൻ ക്രിക്കറ്ററാണ്. 3 പേര് ശരിയാക്കി. നരേന്ദ്ര ഹിർവാനി ആയിരുന്നു ആൻസർ. ഹി വാസ് എ ലെഗ് സ്പിൻ ബൗളർ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു റെക്കോർഡ് വരെയുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ 59 ഓവേഴ്സ് അൺചേഞ്ച്ഡ് വിത്തൗട്ട് എ ബ്രേക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇംഗ്ലണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് 1990. ഇദ്ദേഹമാണ് നരേന്ദ്ര ഹിർവാനി. ഇദ്ദേഹമാണ് അതിന്റെ സിന്ധി വേർഷൻ ഇദ്ദേഹമാണ് പാടിയത് ആ മിലേ സുർ മേരാ തുമാരയിൽ. നമുക്കറിയാം 90s കിഡ്സിന്റെ ഒക്കെ ഒരു ഫേവറേറ്റ് സോങ് ആണ് മിലേ സുർ മേരാ തുമാര. ഇന്ത്യയിലെ പല ലാംഗ്വേജിൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭീംസെൻ ജോഷിയൊക്കെയാണ് അതിന്റെ കമ്പോസർ. അതുപോലെ പീയൂഷ് പാണ്ഡെയാണ് അതിന്റെ ലിറിക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നരേന്ദ്ര ഹിർവാനിയുടെ ഈ ക്വസ്റ്റിന് ശേഷം നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അപ്പൊ ഇന്ന് നമുക്ക് പാട്ട് പാടാൻ തയ്യാറായിട്ട് രുദ്ര ഇവിടെയുണ്ട്. അപ്പൊ രുദ്രകുട്ടിയുടെ പാട്ട് കേട്ടാലോ? യു ക്യാൻ സിംഗ്. ए वतन वतन मेरे आबाद रहे तू, ए वतन वतन मेरे आबाद रहे तू, मैं जहाँ रहूं जहाँ मैं याद रहे तू, मैं जहाँ रहूं जहाँ मैं याद रहे तू, ए वतन मेरे वतन, ए वतन
मेरे वतन। तू ही मेरी मंजिल है, पहचान तुझसे। तू ही मेरी मंजिल है, पहचान तुझी से। पहुंचू मैं जहां भी, मेरी बुनियाद रहे तू। पहुंचू मैं जहां भी, मेरी बुनियाद रहे तू। ए वतन, मेरे वतन, ए वतन, मेरे वतन। तुझ पे कोई गम की आंच आने नहीं दूं। तुझ पे कोई गम की आंच आने नहीं दूं। कुर्बान मेरी जान, तुझ पे शाद रहे तू। कुर्बान मेरी जान, तुझ पे शाद रहे तू। ए वतन, मेरे वतन, ए वतन, मेरे वतन। താങ്ക് യു. താങ്ക് യു രുദ്ര. വളരെ മിടുക്കിയായിട്ട് സ്മാർട്ടായിട്ട് പാടി കേട്ടോ. Okay, here is your next question. Which is the only Portuguese speaking village in Maharashtra's Konkan coast? മഹാരാഷ്ട്രയുടെ കൊങ്കൺ തീരപ്രദേശത്ത് പോർച്ചുഗീസ് മദർ ടങ് ആയിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ട്. കോളൈ is the answer. ചിങ്ങനിലാവ് ശരിയാക്കിയിട്ടുണ്ട്. കോർലൈ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ, ആ പ്രദേശത്ത്, മഹാരാഷ്ട്രയുടെ കൊങ്കൺ തീരത്തുള്ള അവിടെ ഒരു മിക്സ്ചർ ഓഫ് പോർച്ചുഗീസ് ആൻഡ് മറാത്തി ലാംഗ്വേജ് ആണ്. അതിനെ കോർലൈ ക്രിയോൾ എന്നാണ് ഈ ലാംഗ്വേജിന് പറയുന്നത്. പോർച്ചുഗീസുകാർ 1740s ഗോവയിലേക്ക് പോയെങ്കിലും അവിടെ ഒരു ചെറിയ മാർക്ക് ഇട്ടിട്ടാണ് പോയത്. ഇന്ത്യയിൽ ഏകദേശം 125 ഫോറിൻ ലാംഗ്വേജസ് മദർ ടങ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് റിസർച്ച് ഒക്കെ പറയുന്നത്. അതുപോലെ ഗുജറാത്തിൽ ജാപ്പനീസ് സ്പീക്കിംഗ് ഏരിയ ഉണ്ട്. ഏറ്റവും കൂടുതൽ ലാംഗ്വേജസ് ഉള്ളത്, ഇങ്ങനെ വിദേശ ലാംഗ്വേജസ് ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. ഏകദേശം 90 മദർ ടങ്സ് അവിടെ ഉണ്ടെന്നാണ് റിസർച്ചേഴ്സ്. GN ദേവി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് റിസർച്ചർ ആണ് ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify this classical dance form. സാത്രിയ. ആസാമിലെ സാത്രിയ ആയിരുന്നു അത്. ആസാമിലെ ഡാൻസ് ആണ്, ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് സാത്രിയ. ഹിന്ദുയിസത്തിലെ വൈഷ്ണവ വിഭാഗം കളത്തെ കുറിച്ചുള്ള സ്റ്റോറിയാണ് ഇതിനുള്ളത്. ശരിക്കും രാമൻ, കൃഷ്ണൻ അവരെ കുറിച്ചുള്ള ഇതാണ് ഈ സത്രിയ ഡാൻസിൽ അവര് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയില് ഏകദേശം 9 ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. അക്കോർഡിംഗ് ടു സംഗീത നാടക അക്കാദമി 8 ആണ്. അക്കോർഡിംഗ് ടു മിനിസ്ട്രി ഓഫ് കൾച്ചർ there are 9. പറയാൻ പറ്റുമോ ആ ഡാൻസ് ഫോംസിന്റെ പേര്? ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് കേരളത്തിൽ നിന്ന് 2 എണ്ണം ഉണ്ട്. കഥകളി ആൻഡ് മോഹിനിയാട്ടം. യാ, ഫ്രം കേരള. കുച്ചിപ്പുടി, ഭരതനാട്യം, കഥക്. യാ. പിന്നെ ഒഡീസി. യാ. മണിപ്പൂരി. മണിപ്പൂരി. യാ. ലാവ്നി is there? No. So then Satriya, then now it became 8. Who was the helping hand for Dada Saheb Phalke for establishing his first Indian movie Raja Harishchandra? രാജ ഹരിശ്ചന്ദ്ര എന്ന മൂവി എടുക്കാൻ ദാദാ സാഹിബ് ഫാൽക്കെയുള്ള ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുത്തത് ആരാണ്? രാജ രവിവർമ്മയായിരുന്നു. കോട്ടയം അത് ശരിയാക്കി. രാജ രവിവർമ്മയ്ക്ക് ബോംബെയിൽ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ടായിരുന്നു. അപ്പോ അവിടെ ഇദ്ദേഹത്തിന്റെ ഒരു
ഇദ്ദേഹത്തിന്റെ കീഴിൽ ഒരു ട്രെയിനി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ. സോ 1890s ബോംബെയിൽ പ്ലേഗ് ഔട്ട്ബ്രേക്ക് ഒക്കെ വന്നപ്പോ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പ്രിന്റിംഗ് പ്രസ് അത് ഒരു ജർമ്മൻ കമ്പനിക്ക് സോൾഡ് ചെയ്തു. അപ്പൊ അതിന്റെ കിട്ടിയ പൈസ കൊണ്ടാണ് 2/3 ഓഫ് ഹിസ് മണി ഹി ഹാസ് ഗിവൺ ടു ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ. സോ ആ പണം വെച്ചാണ് അദ്ദേഹം ആദ്യത്തെ സൈലന്റ് മൂവിയായ രാജ ഹരിശ്ചന്ദ്ര നിർമ്മിച്ചത്. അപ്പൊ അതാണ് രാജാ രവിവർമ്മയും ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെയും തമ്മിലുള്ള കണക്ഷൻ. Identify this species. These are the living evidence of Gondwana hypothesis, means Indian subcontinent was once annexed by Africa. It is also known as Mahabali in animal world. It only comes out once in a year. They found in Kerala and Tamil Nadu, mostly in Kerala. എല്ലാവരും ശരിയാക്കി. പർപ്പിൾ ഫ്രോഗ് അല്ലെങ്കിൽ പാതാള തവളയായിരുന്നു. ഞാൻ ഒത്തിരി കഥ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റി. ഇതാണ് നമ്മുടെ പർപ്പിൾ ഫ്രോഗ്. നാസിക്ക ബത്രാച്ചുസ് സഹ്യാദ്രനെസിസ് എന്നൊക്കെയാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. വെസ്റ്റേൺ ഗട്ട്സിൽ ഇത് കാണാം. Around 17 million years ago, the species could have evolved around 70 million years ago when dinosaurs were still around. അപ്പൊ ഇതുമായിട്ട് സാദൃശ്യമുള്ള സ്പീഷീസിനെ കാണുന്നത് സീഷെൽസിലാണ്, അതായത് ആഫ്രിക്കയിലെ സീഷെൽസ്. അതാണ് ഈ ഗോഡ്വാന ഹൈപ്പോത്തസിസിന് ഇതിനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വാസ് വൺസ് അനെക്സ്ഡ് ആഫ്രിക്ക. ഇത് മഹാബലി എന്ന് പറയാൻ കാരണം ഇടയ്ക്കൊക്കെ പുറത്ത് വരത്തുള്ളൂ. മഹാബലിയെ പോലെ ഓൺലി ഫോർ ബ്രീഡിങ് ഇറ്റ് കംസ് ഔട്ട് സോയിൽ. അതുകൊണ്ടാണ് മഹാബലി ഇൻ ആനിമൽ വേൾഡ് ഇതിനെ പറയുന്നത്. His documentary film about Gandhi is credited to be first documentary on Gandhi. Who portrayed real Gandhi first time? ആരാണ് ഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ആദ്യമായി അവതരിപ്പിച്ചത്? ആൻസർ ചെയ്തില്ല. എനിക്കൊന്ന് റിച്ചാർഡ് അറ്റൻബറോ, എനിക്കൊന്ന് കൺഫ്യൂസിങ് ആയിരുന്നു തോന്നുന്നു. റിച്ചാർഡ് അറ്റൻബറോയുടെ ഗാന്ധിയാണ് നമ്മൾ എപ്പോഴും പറയുന്നതും അറിയുന്നതും. AK ചെട്ടിയാർ ആയിരുന്നു ശരിക്കും പറഞ്ഞ നമ്മുടെ ആൻസർ. ആർക്കും പോയിന്റ് ലഭിച്ചില്ല. അദ്ദേഹം 1930s he started his investigation about Gandhi. He traveled to UK, South Africa and all over India to get information about Gandhi. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു പങ്കും അദ്ദേഹം ഗാന്ധിക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത്. ശരിക്കും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു വ്യക്തിത്വമാണ് ഇങ്ങനെയുള്ളവര്. അപ്പോൾ AK ചെട്ടിയാറിന്റെ ഈ ഡോക്യുമെന്ററി ആയിരുന്നു റിയൽ ആയിട്ട് ഫസ്റ്റ് ആയിട്ട് ആദ്യമായി ഗാന്ധിജിയെ കുറിച്ച് വന്നത്. ദ ഫിലിം സ്ക്രീൻഡ് ഓൺ 1947 ഇൻഡിപെൻഡൻസ് ഡേ അന്നാണ് ഇത് സ്ക്രീൻ ചെയ്തത്. സോ AK ചെട്ടിയാർ വാസ് ദ ആൻസർ. നമ്മൾ 23 ക്വസ്റ്റ്യൻസ് ചെയ്തു. സോ നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്കൊന്ന് വളരെ ഈസി ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ വളരെ ഈസി ആയിട്ട്. In the last 20 years, we have just asked 2 minutes of your time. Which brand's art tagline is this? 2 minutes. Yes. 2 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ 2 മിനിറ്റ് മാഗി നൂഡിൽസിന്റെ ആൻസർ ചെയ്തു. സോ മാഗി നൂഡിൽസ് വാസ് ദ ആൻസർ. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. ഗുഡ്. എല്ലാവർക്കും മാഗി ഇഷ്ടമാണെന്നറിയാം. അപ്പോ ജൂലിയസ് മാഗി 19th സെഞ്ചുറിയിൽ, അതായത് 1872 ശരിക്കും പറഞ്ഞാൽ ഈ മാഗി സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ടൈം ആയിരുന്നു. വുമൺ ഒക്കെ ഇങ്ങനെ ഫാക്ടറീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കുക്ക് ചെയ്യാനൊന്നും സമയമില്ല. അപ്പൊ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു രീതി വെച്ചാണ് ഈ മാഗി നൂഡിൽസ് അന്ന് കണ്ടുപിടിച്ചത് 80s അവസാനത്ത്. 1912 ഇദ്ദേഹം മരിച്ചു. പക്ഷെ അതിനുശേഷം ഫ്രാൻസ്, USA അങ്ങനെ പല രാജ്യങ്ങളിലും മാഗി ഓൾറെഡി ഫേമസ് ആയി കഴിഞ്ഞിരുന്നു. 1947 നെസ്ലെ കമ്പനിയാണ് ഇന്ത്യയിൽ മാഗിയുടെ വിപണനം ഏറ്റെടുത്തത്.
അപ്പോ മാഗി കഴിച്ച് നമ്മൾ അവസാനിപ്പിച്ചു നമ്മളുടെ ക്വിസ് ഷോ. അപ്പൊ നമുക്ക് ഫൈനൽ റിസൾട്ട് നോക്കാം. അതെ, ജസ്റ്റ് ഫോർ ഫൺ നമ്മളൊരു ഗെയിം കളിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ആസ് എ ഫോർമാലിറ്റി നമ്മൾ ജസ്റ്റ് നോക്കുവാണ് പോഡിയത്തിൽ ആരാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന്. ഓക്കെ, അപ്പോ ഹിയർ ഈസ് യുവർ റിസൾട്ട്. സഹ്യാദ്രിക്ക് 3ാം സ്ഥാനം, വള്ളുവനാടിന് 2ാം സ്ഥാനം, ടീം കോട്ടയത്തിന് 1ാം സ്ഥാനം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊന്നും പറയാൻ തന്നെ താല്പര്യമില്ല. കാരണം നിങ്ങൾ ഈക്വലി നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുമായിരുന്നു, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുമായിരുന്നു. എല്ലാവരും ഭയങ്കര സ്മാർട്ട് ക്വിസേഴ്സ് ആണ്. കൺഗ്രാറ്റുലേഷൻസ് ഓൾ 4 ഓഫ് യു, ഓൾ ഓഫ് ദ 4 ടീംസ്. ഞാൻ സ്പെഷ്യലായിട്ട് കോട്ടയത്തിന് മാത്രം പറയുന്നില്ല, നിങ്ങൾ എല്ലാവരും നല്ല ക്വിസേഴ്സ് ആയിരുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്തു. നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഒട്ടും പറയാൻ പറ്റില്ലായിരുന്നു അടുത്ത പോയിന്റ് ആർക്ക് കിട്ടുമെന്ന്. ജസ്റ്റ് ഇറ്റ്സ് എ ലക്ക് ആൻഡ് സ്പീഡ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു എവ്രി വൺ. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബമാണ് ഇവിടെ ഇരിക്കുന്നത്. കോട്ടയം ഒഴിച്ചാൽ ബാക്കി എല്ലാവരും കുടുംബക്കാരാണ്. നിങ്ങൾ കുടുംബക്കാരെല്ലാം ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള കുടുംബക്കാരാണ്. ശരിക്കും പ്ലീസ് ബി കണ്ടിന്യൂ യുവർ ജേർണി അഗൈൻ ഇൻ ക്വിസ്. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ജസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഹൗ വാസ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഹൗ ഡിഡ് യു ഫീൽ? നന്നായിരുന്നു നവമി. ഞങ്ങളെ ശരിക്കും രക്ഷപ്പെടുത്തിയത് ശ്രീജയുടെ മറ്റേ രാജാ രവിവർമ്മയുടെ ആൻസറിങ് ആണ്. ശരിക്കും ശ്രീജ പെട്ടെന്ന് തന്നെ അത് ചെയ്ത, ശ്രീജയ്ക്ക് അത് ഓർമ്മയുണ്ടായിരുന്നു. അവിടാണ് ഞങ്ങളൊരു ആ ഒരു കണക്ഷൻ എവിടെയോ വായിച്ചിരുന്നു. രാധിക ചേച്ചി, രുദ്ര എന്ത് പറയുന്നു? നന്നായിരുന്നു, വളരെ നന്നായിരുന്നു പ്രോഗ്രാം. അത് ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടും അതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻസ് കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാധാരണ ക്വിസസിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ, ജസ്റ്റ് ആൻസേഴ്സ് പറയും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഞാൻ മോളോട് പറയായിരുന്നു, അതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കി വെച്ചാൽ വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈവൺ ഈ 2021 ഇപ്പോ കഴിഞ്ഞ ഇൻസിഡൻസ് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതും കൂടി ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ ആക്ച്വലി. വളരെ നന്നായി നടത്തി, വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു. We enjoyed a lot. ലേഖ ചേച്ചി എന്ത് പറയുന്നു? Yeah, as Radhika said, it was very, very informative. More than the answer, ചില answers ഒക്കെ common sense ആയിരുന്നു, which we bottled up actually, especially our railway booklet. ചില that you know common sense ആയിരുന്നു. അത് environment അതില് definitely അതായിരുന്നു ഫസ്റ്റ് വരേണ്ടത്. We were discussing about paper ticket and that reservation thing. We didn't even pay attention to the last option. അതുപോലുള്ള ഇതായിരുന്നു. വളരെ നന്നായിരുന്നു ക്വസ്റ്റ്യൻസ്. ആൻഡ് ഓൾസോ എല്ലാം ഒരു ഭയങ്കര സ്പെക്ട്രം, ലൈക്ക് ഒരുപാട് റേഞ്ച് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ആസ് ഷീ സെഡ് ദാറ്റ് എക്സ്പ്ലനേഷൻ പാർട്ട് വളരെ വളരെ നന്നായിരുന്നു. അത് കാരണം കൂടെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുകയാണ് നമുക്ക്. ലൈക്ക് വിത്ത് വൺ ആൻസർ ഐ എം ഗെറ്റിംഗ് 2 or 3 questions more, ലൈക്ക് ആൻസേഴ്സ് മോർ. ദാറ്റ് വാസ് റിയലി എൻജോയബിൾ. വളരെ നന്നായിരുന്നു. റിയലി എൻജോയ്. കൺഗ്രാറ്റ്സ് ജോസി, സൂപ്പർ ആയിരുന്നുടാ. താങ്ക് യു. ഒരു കാര്യം പറയാണ്, ഞാനും നവമി സ്കൂളിൽ പഠിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മത്സരങ്ങൾക്ക് പോയിരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊ നവമി ഒരു ക്വിസ് ഷോ നടത്തി അതിലെനിക്ക് ഞങ്ങളുടെ ടീമിന് ഫസ്റ്റ് വരാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട്. ശരിക്കും എന്നെക്കാളും നല്ല ക്വിസർ ജോസിയാണ്. ജോസിക്കാണ് കൂടുതൽ നോളജ് ഉള്ളത്. ഞാൻ ജസ്റ്റ് പിക്ചർ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനും ജോസിയും കൂടെ ഒരുമിച്ച് പോയിട്ടുണ്ട് മിക്കവാറും. പക്ഷെ എന്നാലും ജോസി ആയിരുന്നു ഞങ്ങളുടെ തുറുപ്പ് ചീട്ടെന്ന് വേണേ പറയാം. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് അന്ന് പ്രൈസുകളൊക്കെ കിട്ടിയിരുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്, ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ. And thank you Josie for bringing us like all the 3 of us, all the 3 teams. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ജോസി കോൺടാക്ട് ചെയ്തത് കൊണ്ടാണ്. റിയലി താങ്ക് യു സോ മച്ച്. അതിപ്പോ നവമി ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ നമുക്ക് ഇവിടെ അറിയാലോ, നിങ്ങളെയൊക്കെ അറിയാം, അതുകൊണ്ട് നമ്മൾ ചോദിച്ചതാണ് താല്പര്യമുണ്ടോ. പക്ഷെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ചിലരോടൊക്കെ ചോദിച്ചിട്ട് വന്നില്ല, കാരണം അവർക്കൊരു പേടിയായി. ടിവിയിലൊക്കെ വരുമ്പോ ഈ പുറകോട്ട് പോവോ, ഇങ്ങനെ പ്രൈസ് കിട്ടത്തില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് പങ്കെടുക്കാതിരിക്കും കുറച്ച് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് പങ്കെടുത്തത് വലിയ സന്തോഷമാണ്. നമ്മളിപ്പോലെ ലൈക്ക് ക്വിസ് എൻതൂസിയാസ്റ്റ് ഇങ്ങനെ പേടിച്ചല്ലേ, ദാറ്റ് ഈസ് വൺ. അപ്പോൾ നമ്മൾ പ്രൈം മിനിസ്റ്റർ ഇലക്ഷനൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ എന്തുമാത്രം പേടി കാണും ശരിക്കും.
കാരണം അവരെ ലോകം മുഴുവൻ അറിയും, എല്ലാരും കാണും. ഇത്രയും സംസാരിച്ച് കഴിഞ്ഞ ശേഷം തോൽക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു സാധാരണ, ബിക്കോസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ക്വിസിംഗ് ഈസ് ലൈക്ക് യു ആർ ഗെറ്റിംഗ് മോർ ദാൻ വാട്ട് യു ആർ ഗിവിംഗ് ആക്ച്വലി. ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രൈസസ്. അത്രയ്ക്ക് ഇൻഫർമേഷൻ കിട്ടുക. വേറൊരു ക്വിസ് ഷോയിൽ പോവാണെങ്കിൽ അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് നമുക്കിപ്പോൾ നോളജ് കിട്ടുന്ന ഒരു ഇതുണ്ട് നമുക്ക്. ലൈക്ക് യു ആർ ഗെറ്റിംഗ് ആക്ച്വലി മോർ ദാൻ യു ആർ ഗിവിംഗ് ഇൻ എ ക്വിസ് ഷോ. അപ്പോ അതാ ഞാൻ ആലോചിക്കുന്നത്, ഈഗോനോ വൺസ് യു ഡ്രോപ്പ് ദാറ്റ് നോളജ് ഈസ് പോസിബിൾ. ലേഖ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ അത്ര വലിയ നല്ല ക്വിസറൊന്നും അല്ല ആക്ച്വലി, അറിയാം കുറച്ച് കാര്യങ്ങൾ നല്ലതാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞത് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി, കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ ഇത് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു കേട്ടോ. ജനറലി ഇനി ക്വിസിനൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് അറിയില്ലല്ലോ എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇത് നല്ല ഇൻഫർമേറ്റീവ് ആയതുകൊണ്ട് ഐ വാസ് മോർ ഇൻട്രസ്റ്റഡ്. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കുറെ ഇൻഫർമേഷൻസ് കിട്ടും. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു, വളരെ നന്നായി. നിങ്ങളെ പോലുള്ള ക്വിസേഴ്സിന്റെ അടുത്ത് ചോദിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് ക്വിസ് മാസ്റ്റർ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഞാനും ലേൺ ചെയ്യുവാണ്. ലേൺ ചെയ്തുകൊണ്ടാണ് ഞാനും അവതരിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളെ നല്ല ക്വിസേഴ്സിനെ തന്നെ എനിക്ക് കാൻഡിഡേറ്റ്സ് ആയിട്ട് കിട്ടിയപ്പോൾ വലിയ സന്തോഷം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ശരിക്കും പറഞ്ഞാൽ ക്വിസിങ്ങിനോടുള്ള ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഡെഫിനറ്റ്ലി അമച്വർ ആണെന്ന് പറയില്ല, കാരണം ഐ ഹാവ് അറ്റൻഡഡ് മെനി ക്വിസ് ഷോസ്. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ആൻഡ് എൻജോയബിൾ ആക്ച്വലി. ചിലത് എന്താ വെച്ചാൽ നമ്മൾ ആൻസർ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യും, നമുക്കറിയാം ഇതല്ല ആൻസർ എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ പിന്നെ സ്റ്റേജ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൽ അങ്ങനെയായിരുന്നില്ല, വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സ്ട്രെസ് കൂടി ഉണ്ടാവും, ദിസ് ഈസ് റോങ് നോ, പിന്നെ അത് തന്നെ തലയിലിരിക്കും, എന്നിട്ട് അവർക്ക് മാർക്ക് കിട്ടി എന്നുള്ളൊരു ഇതുണ്ടാവും. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. വെൽ റിസർച്ച്ഡ്, വെൽ പ്രിപ്പയർഡ്, പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സോ യു ക്യാൻ ക്യാരി ഫോർവേഡ് ലൈക്ക് ദിസ്, യു ആർ ഫുള്ളി ക്വാളിഫൈഡ് ടു ബി എ ഗ്രേറ്റ് ക്വിസ് മാസ്റ്റർ ആക്ച്വലി, റിയലി. ഇത് പറയില്ല ബിഗിനർ ആണെന്നൊന്നും പറയില്ല, അത്രയ്ക്ക് നന്നായിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഷോ. താങ്ക് യു. എന്റെ ഫ്രണ്ട് നിഷാദ് എന്ന് പറഞ്ഞാൽ എന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പലതും പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസിനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കാൻ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. The way of presentation, yeah, everything. Definitely the way the questions were framed and adinte pick the questions also very nice. And adu kayittulla information ellam nannayirunnu. Really the way it was presented, very good, excellent. അപ്പൊ ഇനി നിങ്ങൾ ആനന്ദ് ടിവിയുടെ ക്വിസ് ഷോയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ഇനിയും ഞാൻ വിളിക്കും. നോളജ് എക്സ്പ്രസിന്റെ ബഹ്റിൻ ടീമുമായിട്ടുള്ള ഫൈനൽ റൗണ്ട് മത്സരങ്ങളാണ് ഇന്നിവിടെ അവസാനിച്ചിരിക്കുന്നത്. അറിവിന്റെ പുതിയ തീരങ്ങൾ തേടിയുള്ള കൂടുതൽ എപ്പിസോഡുകളുമായി ഇനി വരും ആഴ്ചകളിൽ കാണും വരേക്കും ദിസ് ഈസ് നവമി ഷാജഹാൻ സൈനിങ് ഓഫ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.